ഗ്യാസ് ലൈറ്റിംഗ്, മാനിപ്പുലേഷൻ തുടങ്ങിയ ഒട്ടനവധി പ്രവണതകൾ കാരണം സത്യത്തെ വളച്ചൊടിക്കുകയും നമുക്ക് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായിട്ടുമുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട്. ഒരുപാട് വ്യക്തികളുടെ ഒരു പേഴ്സണൽ സ്വഭാവമായിട്ട് തന്നെ ഗ്യാസ് ലൈറ്റിങ്ങും മാനിപ്പുലേഷനും ഒക്കെ മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി നാർസിസ്റ്റുകളാണെങ്കിൽ ഈ പ്രവണത കുറച്ചൊന്ന് കൂടുതലാണ്. അപ്പോൾ ഗ്യാസ് ലൈറ്റിങ്ങും മാനിപ്പുലേഷനും ഒക്കെ ചെയ്യാനായിട്ട് അവരുപയോഗിക്കുന്ന 4 പ്രധാനപ്പെട്ട രീതികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ ഇന്നത്തെ വീഡിയോയിൽ. നമസ്കാരം, ഞാൻ വിദ്യ നായർ, എ ഹോളിസ്റ്റിക് മെന്റൽ വെൽബീയിങ് പ്രാക്ടീഷണർ. ട്രാൻസ്പെയർ എന്ന ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 തരത്തിലുള്ള സെഷൻസും അവൈലബിൾ ആണ്, ഓൺലൈൻ ആൻഡ് ഡയറക്റ്റ് സെഷൻസ്. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് വരാം. വീഡിയോയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് ലൈറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്താണ്. നമ്മൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അറിയാം, എന്നാൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലേക്ക് സത്യത്തെ എത്തിക്കുക അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ എത്തിക്കുക എന്നുള്ള പ്രവണതയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണയില്ല, കുറേയധികം ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസും നിങ്ങളുമായി ഷെയർ ചെയ്യില്ല. ഒരിക്കലും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടില്ല. അവർ ഇൻഫർമേഷൻ വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു രീതി. രണ്ടാമത്തേത്, നിങ്ങളുടെ മെമ്മറി, ഒരു സംഭവം ഇങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം, ആ സംഭവത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. ചിലപ്പോൾ കുറച്ചധികം നാളുകൾ കഴിയുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓർമ്മയില ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് കുറേയധികം ചോദ്യം ചോദിക്കും, ഇങ്ങനെയായിരുന്നോ, അങ്ങനെയായിരുന്നോ, അപ്പൊ ഇങ്ങനെ അല്ലല്ലോ, നീ ഊഹിച്ചെടുത്തതല്ലേ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ കൈൻഡ്നെസ്സും ചാമും ഒക്കെ നമ്മളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങ് ഉപയോഗിക്കും. വളരെയധികം ദയോടുകൂടിയും അവരുടേതായിട്ടുള്ള ആ ഒരു നല്ലൊരു ചാമിങ് പേഴ്സണാലിറ്റി ഒക്കെ കാണിച്ചുകൊണ്ട് അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പ്രേരിപ്പിക്കും. നാലാമത്തേത്, നമ്മുടെ ഫീലിങ്സ്, വളരെ സെൻസിറ്റീവ് അല്ലേ, അതുകൊണ്ട് തോന്നിയത്, അന്ന് ട്രിഗേർഡ് ആയിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്തത് എന്നൊക്കെ പറയും. നമ്മൾ എങ്ങനെ ഫീൽ ചെയ്തോ നമ്മുടെ ഫീലിങ്സിനെ അവർ വളച്ചൊടിക്കും, നമ്മുടെ ഓർമ്മകളെ വളച്ചൊടിക്കും. എന്ത് ചെയ്തിട്ടായാലും അവർക്ക് വേണ്ട രീതിയിൽ ആ സന്ദർഭത്തെ ഓർക്കാനും ആ സത്യത്തെ വളച്ചൊടിക്കാനും അവർ സാധിക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ട് അതിന് കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് ഗ്യാസ് ലൈറ്റിംഗ്, മാനിപ്പുലേഷൻ തുടങ്ങിയ പ്രവണതകൾ പറയുന്നത്. അത്തരം പ്രവണതയുള്ളവർ ഈ 4 രീതികളാണ് പ്രധാനമായും അവലംബിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.